ഇന്ന് ഉണക്കച്ചെമ്മീൻ ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഇത് ചെറായിന്ന് വാങ്ങിച്ചേട്ടാ. ഞാൻ രാവിലെ പോയാണ് മീൻ ഉണക്കാനും ചെമ്മീൻ ഉണക്കാനൊക്കെ പോകണമെങ്കിൽ രാവിലെ പോയി വാങ്ങിക്കണം. നല്ല വെയിലുള്ള സമയത്ത് അത് രാവിലെ പോയിട്ട് നമ്മൾ വാങ്ങിച്ച് ഉണക്കിയാൽ മാത്രം അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് സാധനം ചീത്തയിൽ പോവും. ഇതൊരു 5-6 പ്രാവശ്യം കഴുകി എടുക്കണത്. കഴുകണേൽ നല്ല ഇത് വേണം കേട്ടോ. അത്ര നന്നായിട്ട് കഴുകി കൊട്ടയിൽ വെള്ളം വാലാൻ വെക്കണം. എന്നിട്ട് നല്ല വെയിലത്തേക്ക് എനിക്കൊരു ഇരുമ്പിൻ്റെ ഒരു 2 ഷീറ്റ് ശരിയാക്കിയിട്ടുണ്ട്. അതിനകത്താണ് ഞാൻ എല്ലാ സാധനങ്ങളും ഉണക്കണത്. ഇത് വൈകുന്നേരം ആയപ്പോഴേക്കും ഒരു 3/4 ഭാഗം ഉണങ്ങി കിട്ടി. പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഇട്ട് നല്ല വാലയൊക്കെ ഇട്ട് മൂടിയാൽ കാക്കയും വരില്ല, ഒന്നും കൊത്തൂല കേട്ടോ ഇതിന്മേൽ. പിന്നെ ഈച്ചയും വരില്ല. എന്താണെന്ന് വെച്ചാൽ രാവിലെ തന്നെയാണെങ്കിൽ ഈച്ച ഇതിനകത്തും വരില്ല. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം. ഈച്ച വന്നിരിക്കാൻ പാടില്ല. നല്ല നൈസ് വല ഇട്ട് ഒരു 4 ദിവസം നല്ല വെയിലത്ത് ഞാൻ ഉണക്കിയെടുത്ത്. ഇതിലും ചെറിയ ചെമ്മീനാണ് ടേസ്റ്റ്. ഇത് തെള്ളിച്ചെമ്മീൻ തന്നെയാണ്, പക്ഷേ ഇതിലും ചെറിയ സൈസ് ചെമ്മീനുണ്ട്. അത് ഇതിലും നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. നല്ല ഭംഗിയായിട്ട് ഉണങ്ങിയാക്കണത്. ഇത് നുള്ളാൻ ഇത്തിരി പണിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തല ഒടിച്ച് ഇത് പെട്ടെന്ന് അങ്ങനെ തീരാത്ത പോലെ തോന്നും. പച്ച ചെമ്മീൻ പോലെ അല്ല ഇത് ഞാൻ ഒറ്റക്കൊന്നുമല്ല കേട്ടോ ചെയ്യണത്. 2 മക്കളെ കൊണ്ടും ഇത് നുള്ളാനെടുത്ത് ഞാൻ ഒരു മുറം വെച്ചിട്ട് 3 പേരും ആ മുറത്തിന് ചുറ്റിരിക്കും. എന്നിട്ട് 3ആക്കി പാകിക്കും. അപ്പോൾ പെട്ടെന്ന് കിള്ളിക്കഴിയും. ഉള്ളിയും മുളകും കൂടി ചതച്ച് ആണ് ഇത് വളർത്തേണ്ടത്. ഇത് എൻ്റെ അമ്മൂമ്മ ചെയ്ത് പഠിപ്പിച്ച് തന്നിട്ടുള്ള കാര്യമുണ്ട്. അത് ഞാൻ ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് തന്നെ ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിക്കാതെ ഇത് വറുത്തെടുക്കണം. ഉണക്കച്ചെമ്മീൻ ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കരുത്. എന്നിട്ട് ഇത് വറുത്ത് നന്നായിട്ട് മുരിഞ്ഞ് കഴിയുമ്പോൾ ഇത് മാറ്റിയിട്ട് അതെ ക്രിസ്പി ആയിട്ട് നല്ലൊരു മണം വരും ഇത് മുരിഞ്ഞ് കഴിയുമ്പോൾ. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി മുളകും ചതച്ചാക്കണത് അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് ശരിക്കും മൊരിയരുത്. ഒരു 3/4 ഭാഗം കഴിയുമ്പോഴേക്കും അതിനകത്തേക്ക് ഉപ്പിൻ്റെ നീരൊഴിക്കാം. ഉപ്പിൻ്റെ നീരൊഴിച്ച് ആ ഉപ്പ് നീര് ഇടുമ്പോൾ ശരിക്കും പിടിക്കും. അതിനുശേഷം ഈ വറുത്ത് ചേർക്കണ ഉണക്കച്ചെമ്മീനും വേപ്പിലയും കൂടി ഇടണം കേട്ടോ. അതിനുശേഷം വറുത്ത് ചേർക്കണ ഉണക്കച്ചെമ്മീനിട്ട് ചെറുതീയിൽ അങ്ങോട്ട് ഒലത്തി എടുക്കാം. ഭയങ്കര ടേസ്റ്റാണ്. പൊടിയൊക്കെ ഞാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മുളക് പൊടി ഒരു സാധനത്തിലും ഇങ്ങനെ ഒലക്കാനും അതിനകത്തൊന്നും ചേർക്കില്ല. ഈ ഉള്ളി മുളകും ചതച്ച് തന്നെ ചേർക്കുള്ളൂ. അത് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. ഇതും കുറച്ച് പരിപ്പ് ഉള്ളിമുളകും ചതച്ച് ഇതേപോലെ തന്നെ കറി വെച്ചതും ഉണക്കച്ചെമ്മീൻ വറുത്തതും ഉണ്ടെങ്കിൽ വേറെ കറികളൊന്നും വേണ്ട ചോറ് കഴിക്കാനായിട്ട്.